ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളുടെയൊക്കെ മനസ്സിൽ ആദ്യം എത്തുക ചെണ്ടമേളമാണ്, അല്ലെങ്കിൽ ആ ഒരു വാദ്യമേളമാണ്. ഉത്സവങ്ങൾക്ക് എപ്പോഴും മാറ്റുകൂട്ടുന്നതും ചെണ്ടമേളമാണ്. ചെണ്ടമേളത്തിൽ 3.5 പതിറ്റാണ്ട് പിന്നിടുകയാണ് തൃശൂർ സ്വദേശി രാജു തെക്കേപ്പുറം. മേളപ്പെരുക്കത്തിലെ പാടവത്തിനപ്പുറം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ബഹുമുഖ പ്രതിഭ കൂടിയാണ് രാജു. പൂരമായാലും പള്ളിപ്പെരുന്നാളായാലും തൃശ്ശൂരുകാരെ ചെണ്ടമേളത്തിന്റെ ആവേശത്തിലെത്തിക്കാൻ തുടങ്ങിയിട്ട് 3.5 പതിറ്റാണ്ട് പിന്നിടുകയാണ് രാജു തെക്കേപ്പുറം. കുന്നംകുളം സ്വദേശിയായ രാജുവിന്റെ കുടുംബത്തിന് ചെണ്ടയുമായി ആഴത്തിൽ ബന്ധമുണ്ട്. ചാലശ്ശേരിയുടെ സാംസ്കാരിക ഭൂപടത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് ഇവരുടെ കുടുംബം. പിതാവ് ശങ്കരൻ, മുത്തച്ഛൻ ദേവൻ എന്നിവർ ചെണ്ടവാദ്യ ശില്പികളായിരുന്നു. തലമുറകളായുള്ള ചെണ്ടമേള പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരാണ് 56-കാരനായ രാജു. മേളത്തിൽ സ്വയം തലപ്പൊക്കമുണ്ടാക്കിയ രാജു ഇതിനകം നിരവധി പേരെ ഓൺലൈനായും അല്ലാതെയും വാദ്യം പഠിപ്പിക്കുന്നുണ്ട്. ചെറുപ്രായം മുതൽ ചാലശ്ശേരിയിലെ പള്ളിപ്പെരുന്നാൾ ആഘോഷങ്ങളിൽ സജീവമാണ് രാജു. കുന്നംകുളം സ്വദേശിയായ രാജു ചാലശ്ശേരിയിൽ നിന്ന് പുഷ്പയെ വിവാഹം ചെയ്തതോടെ രാജുവിന് ഗ്രാമവുമായി ഏറെ അടുത്ത സ്നേഹബന്ധവുമായി. അടുത്തിടെ ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിപ്പെരുന്നാളിൽ രാജുവിന്റെ നേതൃത്വത്തിൽ 4ഓളം പെരുന്നാൾ ആഘോഷങ്ങളിൽ വാദ്യവിസ്മയം തീർത്തത് ചരിത്രമായി മാറിയിരുന്നു. ആദ്യമായാണ് ഒരേ പെരുന്നാളിൽ 4 ആഘോഷ കമ്മിറ്റികൾ രാജുവിന്റെ നേതൃത്വത്തിൽ ചെണ്ടമേളം ഒരുക്കിയത്. 10 വർഷം മുൻപ് ചാലശ്ശേരി സെന്റ് ഔഗേൻസ് പള്ളിപ്പെരുന്നാളിൽ 121 പേരുടെ ചെണ്ടമേളം ഒരുക്കിയതും വേറിട്ട കാഴ്ചയായിരുന്നു. അതിന്റെ പാടക്കൈകളെ കാണിച്ചത് നല്ല ചെറുപ്പത്തിൽ. എത്ര പ്രായം? 4 വയസ്സിലൊക്കെ. കാരണം വെച്ചാല് വീട്ടില് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൊട്ട് ഉണ്ടല്ലോ, അപ്പൊ അത് കേട്ടപ്പോ കൊട്ടിന്റെ ഇൻട്രസ്റ്റിലെ മുത്തശ്ശൻ അങ്ങനെ. കേരളത്തിനപ്പുറം ഇന്ത്യയിലെ 5ഓളം സംസ്ഥാനങ്ങളിലും ചെണ്ടമേളം ഒരുക്കിയിട്ടുണ്ട് രാജു. കുന്നംകുളത്തിന്റെ ദേശീയോത്സവം അടുപ്പൂട്ടിപ്പെരുന്നാളിന്റെ ഭാഗമായി സങ്കീർത്തന ആഘോഷ കമ്മിറ്റി സ്വർണ്ണ പതക്കം നൽകി രാജുവിനെ ആദരിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയിൽ സ്റ്റീഫൻ ദേവസിയുടെ മ്യൂസിക് ഷോയിൽ ചെണ്ടവാദ്യം ഒരുക്കിയതാകട്ടെ രാജുവിന്റെ കീഴിൽ പഠിച്ച 28ഓളം ശിഷ്യന്മാരും. ചെണ്ടമേളത്തിനപ്പുറം കലാരംഗത്തും മികവ് പുലർത്തിയ ഇദ്ദേഹം അമേച്ചർ നാടകത്തിലും സീരിയൽ രംഗത്തും അഭിനയിച്ചിട്ടുണ്ട്. സ്നേഹദൂത്, പുനർജനി എന്നീ 2 ടെലിഫിലിമുകളും സംവിധാനം ചെയ്തു. നിരവധി കവിതകളും അയ്യപ്പ ഭക്തിഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. കൂടാതെ തോർത്തിൽ വിരിയുന്ന കൈവിരുതുകൾ എന്ന പേരിൽ സ്കൂൾ തലങ്ങളിൽ 25-ൽ പരം കാട്ടിലെ മൃഗങ്ങളുടെ മാതൃക സൃഷ്ടിച്ചും രാജു വ്യത്യസ്തനാകുന്നു. വലിയൊരു ബഹുമുഖ പ്രതിഭ കൂടിയാണ് രാജു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.